ഫാഷൻ ട്രെൻഡുകൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ സൂചകങ്ങളാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇല്ലെങ്കിൽ നിങ്ങളിൽ പലരെയും അമ്പരപ്പിക്കുന്ന ചില വസ്തുതകളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. സ്ത്രീകളുടെ പാവാടയുടെ നീളം ചിലപ്പോൾ സമ്പദ് വ്യവസ്ഥ എങ്ങനെ പെരുമാറുമെന്ന് വിലയിരുത്താനുള്ള സൂചകമായി വിദഗ്ധർ പരിഗണിക്കുന്നു. 1926 സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ ടൈലർ ആണ് ഹെംലൈൻ സൂചിക എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇത് പ്രകാരം പാവാടയുടെ നീളം കൂടുന്നത് സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാക്കുന്നതിന്റെ സൂചനയാണ്. അതായത് പാവാടകൾ ചെറുതാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഫാഷൻ ട്രെൻഡുകൾക്ക് 3 മുതൽ 4 വർഷം വരെയുള്ള സാമ്പത്തിക മാറ്റങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമെന്ന് ടൈലർ പറയുന്നു. മുൻകാലങ്ങളിൽ ഏകദേശം 80% കൃത്യത കൈവരിക്കാൻ ഈ സിദ്ധാന്തത്തിന് കഴിഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 1920 മുതൽ 30 വരെയുള്ള അല്ലെങ്കിൽ 60 വരെയുള്ള കാലഘട്ടത്തിൽ കാൽമുട്ട് വരെ നീളമുള്ളതും പിന്നീട് മിനി സ്കർട്ടുകളും വളരെ ജനപ്രിയമായിരുന്നു. ഈ കാലഘട്ടം ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയുടേതായിരുന്നു. 2025ഓടെ നീളം കൂടിയ മാക്സി വസ്ത്രങ്ങൾ ഫാഷനായി ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചത് നിങ്ങൾ മറന്നിരിക്കില്ലയോ? സ്ത്രീകളുടെ പാവാടയുടെ നീളവും സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള എന്ത് ബന്ധമെന്ന് ഇന്നും പലരും ചോദിച്ചേക്കാം. പക്ഷേ ഹൈലൈൻ സൂചിക ഇന്നും ഗൗരവമുള്ളതാണെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. കാരണം പലപ്പോഴും ഇത് മികച്ചതായി തെളിയിക്കപ്പെട്ട ചരിത്രമാണുള്ളത്. പക്ഷേ പൊതുവൽക്കാർ ഈ സിദ്ധാന്തത്തെ വിശ്വസനീയമായ ഒരു സാമ്പത്തിക സൂചകത്തെക്കാൾ രസകരമായ ഒരു കഥയായി കാണുന്നു. പാവാടയുടെ നീളം ആളുകളുടെ വികാരങ്ങളെയോ മാനസികാവസ്ഥയെയോ പ്രതിഫലിപ്പിക്കുന്നു എന്ന് ഇവർ പറയുന്നു. ആളുകളുടെ ഷോപ്പിംഗ് ഫാഷൻ രീതികൾക്ക് എന്നും പ്രാധാന്യമുണ്ട്. ഇവ സമ്പദ് വ്യവസ്ഥയുടെ ട്രെൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ചെറുതും ട്രെൻഡിയുമായി മാറുന്ന സമയത്തെല്ലാം ഓഹരി കൂടി ഉയരുകയും ആളുകൾക്ക് സാമ്പത്തികമായി സുരക്ഷിതത്വം തോന്നുകയും ചെയ്തുവെന്ന് ചരിത്രം കാണിക്കുന്നു. പാവാടകളും വസ്ത്രങ്ങളും നീളമുള്ള ട്രെൻഡുകൾ പിന്തുടരുന്നത് തളർച്ചയുടെ സൂചന തന്നെയാണ്. പുരുഷന്മാരുടെ അടിവസ്ത്ര വിൽപ്പന കുറയൽ, ഹെയർ കട്ട് മാറ്റൽ, ലിപ്സ്റ്റിക് വിൽപ്പനയിലെ മാറ്റം, അത്യാവശ്യമില്ലാത്ത വസ്തുക്കൾക്കായുള്ള ചെലവഴിക്കൽ തുടങ്ങി അസാധാരണമായ ട്രെൻഡുകൾ സാമ്പത്തിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചില വിദഗ്ധർ വിശ്വസിക്കുന്നു. ഇത്തരം ചില ട്രെൻഡുകൾ ആളുകളുടെ ഉപഭോഗശേഷിയെ സൂചിപ്പിക്കുന്നു. അതേസമയം ഈ ട്രെൻഡുകൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നും നിർബന്ധമില്ല. യഥാർത്ഥ സാമ്പത്തിക ഡാറ്റ എല്ലായ്പ്പോഴും ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ നിന്നും സംഖ്യയിൽ നിന്നുമാണ് വരുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ സാമ്പത്തിക ചക്രങ്ങൾക്കൊപ്പം ഹൈലൈൻ പ്രവണതകളും മാറിയതായി കാണാൻ സാധിക്കും. 1920കളിലും 1930കളിലും മാന്ദ്യകാലത്ത് ഹൈലൈനുകൾ നീളമുള്ളതായിരുന്നു. 40കളിലെ യുദ്ധകാലത്ത് പാവാടകൾ മുട്ടോളം നീണ്ടിരുന്നു. 1947ലെ നീണ്ട പാവാടകൾ 49ലെ മാന്ദ്യവുമായി കൊണ്ടുപോകുന്നു. 1960കളിലെ മിനി പാവാട പ്രവണത വളർച്ചയുടെ സമയത്ത് അടയാളപ്പെടുത്തുന്നു. 2008ലെ മാന്ദ്യത്തിലും ഹൈലൈൻ കാണാൻ കഴിയുമെങ്കിലും പാറ്റേൺ വ്യക്തമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സ്ത്രീകളുടെ പാവാട അടക്കമുള്ള വസ്ത്രങ്ങൾ ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞ് പുരുഷന്മാരുടെ അടിവസ്ത്ര വിൽപ്പന കുറഞ്ഞാൽ അതിന്റെ അർത്ഥം സാമ്പത്തിക മാന്ദ്യം വരുന്നു എന്നുള്ളതായിരുന്നു. ഇത് കൂടുതൽ വ്യക്തമാകുമ്പോൾ മനസ്സിലാക്കുന്നത് പുരുഷന്മാർ അടിയുന്നതിക്കുന്ന വസ്ത്രം പുറത്തേക്കാരും കാണുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യമല്ലാത്ത വസ്തുവായതിനാൽ ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവർ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത്. എന്നാൽ കുടുംബത്തിലേക്കുള്ള വസ്ത്രങ്ങൾ ഇവർ വാങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള തങ്ങൾക്ക് വേണ്ട ചില വസ്ത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവർ കുടുംബ ബഡ്ജറ്റിനെ ചുരുക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഈ കാര്യങ്ങളാണ് ഇത്തരം സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകളിലടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും കഥയായി കാണേണ്ടതില്ല. ഇത് യാഥാർത്ഥ്യവുമായി വളരെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് പഴയ സംഭവവികാസങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്.